ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരസേനയും മഹാസമുദ്രത്തിൻ്റെ തീരത്തെത്തി. അപ്പോൾ രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, പ്രഭോ, ഞാൻ രാവണൻ്റെ സഹോദരനായ വിഭീഷണനാണ്. അവൻ ചെയ്തത് വലിയ അധർമ്മമാണെന്ന് എനിക്കറിയാം. സീതാദേവിയെ ശ്രീരാമന് തിരികെ ഏൽപ്പിക്കാൻ ഞാൻ പലവട്ടം ഉപദേശിച്ചു. പക്ഷേ അവൻ എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. അതിനാൽ അവനെ വിട്ട് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്നവനാണ് അങ്ങ്. ദയവായി എന്നെ സ്വീകരിക്കണമേ. ഇത് കേട്ട സുഗ്രീവനും മറ്റു വാനരവീരന്മാരും സംശയത്തോടെ പറഞ്ഞു, ഇദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാനാകുമോ? അപ്പോൾ ശ്രീരാമൻ ശാന്തമായി മറുപടി പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി മാറാനും ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നാം സ്വീകരിക്കണം. ഓ വിഭീഷണ, നിന്നെ എൻ്റെ സുഹൃത്തായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവണൻ പരാജയപ്പെടുമ്പോൾ ലങ്കയുടെ രാജാവാകുന്നത് നീയായിരിക്കും. ഇതാണ് എൻ്റെ വാഗ്ദാനം. തുടർന്ന് വിഭീഷണൻ ലങ്കയുടെ ശക്തിയെക്കുറിച്ചും അവിടുത്തെ യോദ്ധാക്കളുടെ കഴിവുകളെക്കുറിച്ചും ശ്രീരാമനോട് വിശദമായി പറഞ്ഞു. എന്നാൽ ഒരു പ്രധാന ചോദ്യം ഇപ്പോഴും അവശേഷിച്ചു. എങ്ങനെ ഈ സൈന്യം മുഴുവൻ ഈ മഹാസമുദ്രം കടന്നുപോകും? ചുരുക്കം ചില വാനരന്മാർക്ക് മാത്രമേ സമുദ്രം ചാടിക്കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മുഴുവൻ സൈന്യത്തിനും കടന്നുപോകാൻ ഒരു പാലം ആവശ്യമായിരുന്നു. വിശ്വകർമാവിൻ്റെ പുത്രനായ നളന് പാലങ്ങൾ നിർമ്മിക്കുന്നതിൽ അസാധാരണമായ വൈദഗ്ധ്യമുണ്ടായിരുന്നു. നളൻ്റെ നേതൃത്വത്തിൽ വാനരന്മാർ മരക്കഷണങ്ങളും വലിയ പാറകളും കല്ലുകളും മണലും ശേഖരിച്ചു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ അവർ സമുദ്രത്തിന് കുറുകെ അതിശക്തമായ ഒരു പാലം നിർമ്മിച്ചു. ആ പാലത്തിലൂടെ ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും ലങ്കയിലേക്ക് മുന്നേറി. ലങ്കയിൽ രാവണൻ തൻ്റെ പ്രധാന യോദ്ധാക്കളെയെല്ലാം വിളിച്ചുകൂട്ടി. ലങ്കയുടെ 4 പ്രധാന കവാടങ്ങളും അതീവ ജാഗ്രതയോടെ കാക്കാൻ അദ്ദേഹം കൽപ്പന നൽകി. പടിഞ്ഞാറൻ കവാടത്തിൻ്റെ സംരക്ഷണ ചുമതല ഇന്ദ്രജിത്തിനെ ഏൽപ്പിച്ചു. വടക്കൻ കവാടത്തിൻ്റെ കാവൽ സ്വയം രാവണൻ ഏറ്റെടുത്തു. ശ്രീരാമൻ്റെ സൈന്യം സുവേല പർവ്വതത്തിൽ പാളയമിറക്കി. അവിടെ നിന്ന് ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്ന ലങ്കാനഗരം അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഉയരമേറിയ മതിലുകളാൽ ചുറ്റപ്പെട്ടതും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുമായ നഗരമായിരുന്നു അത്. മതിലുകൾക്ക് പുറത്ത് ആഴമേറിയ കിടങ്ങുകൾ ഉണ്ടായിരുന്നു. അവയിൽ വെള്ളവും മുതലകളും നിറഞ്ഞിരുന്നു. അന്ന് രാത്രി സുഗ്രീവൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാവണനെ കണ്ടു. ഒട്ടും ആലോചിക്കാതെ സുഗ്രീവൻ രാവണൻ്റെ നേരെ ചാടി വീണു. ഇരുവരും തമ്മിൽ കുറച്ചുനേരം ശക്തമായ ഒരു ഗുസ്തി പോരാട്ടം നടന്നു. സുഗ്രീവൻ്റെ ധൈര്യവും സാഹസികതയും കണ്ട് രാവണൻ പോലും അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് മുൻകൂട്ടി ആലോചിക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സുഗ്രീവന് മനസ്സിലായത്. അദ്ദേഹം ഉടൻ തന്നെ സുവേല പർവ്വതത്തിലേക്ക് തിരിച്ചു പറന്ന് ശ്രീരാമൻ്റെ അടുത്തെത്തി. ശ്രീരാമൻ സൗമ്യമായി പറഞ്ഞു, സുഗ്രീവാ, നീ ധീരനാണ്. പക്ഷേ നമ്മുടെ പദ്ധതി പ്രകാരമാണ് നാം പ്രവർത്തിക്കേണ്ടത്. നാളെ നാം ശരിയായ രീതിയിൽ യുദ്ധം ആരംഭിക്കും. സുഗ്രീവൻ തൻ്റെ തെറ്റ് സമ്മതിച്ച് ക്ഷമ ചോദിച്ചു. ശേഷം എല്ലാവരും വിശ്രമിച്ചു. അടുത്ത ദിവസം ശ്രീരാമൻ തൻ്റെ സൈന്യത്തെ ഗരുഡവ്യൂഹം എന്ന പ്രത്യേക യുദ്ധവിന്യാസത്തിൽ അണിനിരത്തി. ശ്രീരാമൻ ആക്രമണത്തിനുള്ള സൂചന നൽകിയതോടെ വാനരസേന യുദ്ധം ആരംഭിച്ചു. അവർ കോട്ടയുടെ ഉയർന്ന മതിലുകൾ കയറിക്കടന്ന് ലങ്കയിലേക്ക് പ്രവേശിച്ചു. വാനരന്മാർക്ക് വാളുകളോ വില്ലും അമ്പും പോലുള്ള ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. മരങ്ങളും വലിയ പാറകളും സ്വന്തം ശക്തിയും ഉപയോഗിച്ചാണ് അവർ അത്യന്തം ധീരതയോടെ യുദ്ധം ചെയ്തത്. രാക്ഷസ യോദ്ധാക്കളും ശക്തമായി തിരിച്ചടിച്ചു. അവരുടെ പ്രധാന സേനാനായകർ ദിവ്യായുധങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി. യുദ്ധം അത്യന്തം രൂക്ഷമായി. ശക്തനായ ഏതെങ്കിലും രാക്ഷസൻ വാനരസേനയ്ക്ക് വലിയ ഭീഷണിയായി മാറുമ്പോഴെല്ലാം ശ്രീരാമൻ സ്വയം മുന്നോട്ട് വന്ന് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു.
सकल गुणधाम सीता मनोराम കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ രാമ സകല ഗുണധാമ സീതാ മനോരാമ ശൂരൻ ധീരൻ മുനിമാനസചോരൻ സുജന പരിപാലൻ ശത്രു സംഹാരൻ കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ ശൂരൻ ധീരൻ മുനിമാനസചോരൻ സുജന പരിപാലൻ ശത്രു സംഹാരൻ കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ സൗമിത്രി സുഗ്രീവൻ ഹനുമാൻ അംഗദൻ സൗമിത്രി സുഗ്രീവൻ ഹനുമാൻ അംഗദൻ പിന്നാലെ അണിനിരന്നു കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ രാമ സകല ഗുണധാമ സീതാ മനോരാമ ശൂരൻ ധീരൻ മുനിമാനസചോരൻ സുജന പരിപാലൻ ശത്രു സംഹാരൻ കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ കോദണ്ഡപാണിയായി രാമൻ പുറപ്പെട്ടു രവിതേജസ്സോടെ അടുത്ത ദിവസം ഇന്ദ്രജിത്ത് യുദ്ധഭൂമിയിലെത്തി. ഇന്ദ്രജിത്ത് അത്യന്തം പ്രഗത്ഭനായ ഒരു യോദ്ധാവായിരുന്നു. ആകാശത്തിൽ അദൃശ്യനായി മറഞ്ഞു നിന്നുകൊണ്ട് മുകളിൽ നിന്ന് അമ്പുകൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അമ്പുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് വാനരസേനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ദ്രജിത്ത് നാഗപാശം എന്ന അതിശക്തമായ ദിവ്യായുധം പ്രയോഗിച്ചു. ആ നാഗപാശം മന്ത്രശക്തിയുള്ള സർപ്പങ്ങളായി മാറി ശ്രീരാമനെയും ലക്ഷ്മണനെയും ബന്ധിച്ചു. അവർ ഇരുവരും ബോധരഹിതരായി നിലത്തു വീണു. സീതാദേവിയെ കൂടുതൽ ദുഃഖിപ്പിക്കാനായി രാവണൻ ഒരു ക്രൂരമായ പദ്ധതി ആവിഷ്കരിച്ചു. സീതാദേവിയെ പുഷ്പകവിമാനത്തിൽ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോയി. ബോധരഹിതരായി കിടക്കുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണിച്ചു. അവരെ അങ്ങനെ നിശ്ചലരായി കിടക്കുന്നത് കണ്ട സീതാദേവി പൊട്ടിക്കരഞ്ഞു. എന്നാൽ കരുണയുള്ള രാക്ഷസ സ്ത്രീയായ ത്രിജട സീതാദേവിയോട് സൗമ്യമായി പറഞ്ഞു, അമ്മേ, വിഷമിക്കേണ്ട, അവർ മരിച്ചിട്ടില്ല, അവർ വീണ്ടും എഴുന്നേൽക്കും. ത്രിജടയുടെ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവിയുടെ ഹൃദയത്തിൽ വീണ്ടും പ്രത്യാശ ഉണ്ടായി. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, ഹിമാലയത്തിലെ ഔഷധി പർവ്വതത്തിൽ ജീവൻ തിരികെ നൽകുന്ന അത്ഭുത ഔഷധ സസ്യങ്ങൾ വളരുന്നുണ്ട്. ഉടൻ തന്നെ ഹനുമാൻ ആകാശമാർഗം ഹിമാലയത്തിലേക്ക് പറന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഏതാണ് വേണ്ട ഔഷധ സസ്യങ്ങളെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
സമയം പാഴാക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഹനുമാൻ മുഴുവൻ ഔഷധി പർവ്വതവും ഉയർത്തിയെടുത്ത് യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആ ദിവ്യ ഔഷധങ്ങളുടെ സുഗന്ധവും ശക്തിയും മൂലം ശ്രീരാമനും ലക്ഷ്മണനും പരിക്കേറ്റിരുന്ന അനേകം വാനര യോദ്ധാക്കളും വീണ്ടും ജീവശക്തി വീണ്ടെടുത്തു. എല്ലാവരും സുഖം പ്രാപിച്ചതിനു ശേഷം ഹനുമാൻ അതിയായ ആദരവോടെ ഔഷധി പർവ്വതം അതിൻ്റെ യഥാസ്ഥാനത്ത് തിരിച്ചു കൊണ്ടുപോയി വെച്ചു. തുടർന്ന് രാവണൻ തൻ്റെ സഹോദരനായ കുംഭകർണനെ യുദ്ധഭൂമിയിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. കുംഭകർണൻ അതിവിശാലമായ ശരീരവും അസാമാന്യമായ ശക്തിയുമുള്ള ഒരു മഹായോദ്ധാവായിരുന്നു. ഒരിക്കൽ ഒരു വരം ചോദിച്ചപ്പോൾ സംഭവിച്ച വിചിത്രമായ ഒരു പിഴവിൻ്റെ ഫലമായി ഒരേ സമയം 6 മാസം ഉറങ്ങേണ്ട അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉണർത്താൻ കാഹളങ്ങൾ മുഴക്കുകയും ആനകളെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ നടത്തുകയും ചെയ്യേണ്ടി വന്നു. കുംഭകർണൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വലിയ പർവ്വതം നീങ്ങി വരുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. വാനരസേന അതീവ ധൈര്യത്തോടെ അദ്ദേഹത്തിനെതിരെ പോരാടി. ഒടുവിൽ ശ്രീരാമൻ അതിശക്തമായ ഒരു അമ്പ് പ്രയോഗിച്ച് കുംഭകർണനെ പരാജയപ്പെടുത്തി. അടുത്ത ദിവസം ലക്ഷ്മണൻ അതിശക്തമായ ഒരു ദിവ്യാസ്ത്രം പ്രയോഗിച്ച് ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്തി. ഇപ്പോൾ രാവണൻ സ്വയം ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ യുദ്ധഭൂമിയിലേക്ക് എത്തി. ഇരുവരും തമ്മിലുള്ള യുദ്ധം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അമ്പുകൾ ആകാശത്തിലൂടെ മിന്നൽ പോലെ പാഞ്ഞുപോയി. ഒടുവിൽ ശ്രീരാമൻ രാവണൻ്റെ വില്ല് തകർക്കുകയും അവൻ്റെ രഥം നശിപ്പിക്കുകയും ചെയ്തു. ആയുധങ്ങളില്ലാതെ ക്ഷീണിതനായി നിൽക്കുന്ന രാവണനോട് ശ്രീരാമൻ പറഞ്ഞു, ആയുധമില്ലാത്ത ഒരാളെ ഞാൻ ആക്രമിക്കാറില്ല. നീ പോയി വിശ്രമിക്കൂ. നാളെ വീണ്ടും ആയുധങ്ങളുമായി യുദ്ധത്തിന് വരിക. ഈ വാക്കുകൾ കേട്ട് രാവണൻ ലജ്ജയോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അടുത്ത ദിവസം യുദ്ധഭൂമിയിൽ ശ്രീരാമൻ നിൽക്കുമ്പോൾ മഹർഷി അഗസ്ത്യൻ അവിടെ പ്രത്യക്ഷനായി. അദ്ദേഹം ശ്രീരാമന് ആദിത്യ ഹൃദയം എന്ന പവിത്രമായ സ്തോത്രം ഉപദേശിച്ചു. അഗസ്ത്യ മഹർഷി പറഞ്ഞു, സൂര്യദേവനെ സ്തുതിക്കുന്ന ഈ ദിവ്യ പ്രാർത്ഥന നിനക്ക് ശക്തിയും ആത്മവിശ്വാസവും മനസ്സിൻ്റെ തെളിമയും നൽകും. ശ്രീരാമൻ അതിയായ ഭക്തിയോടെ ആദിത്യ ഹൃദയം ജപിക്കുകയും സൂര്യദേവനെ പ്രണാമം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം രാവണനെ പരാജയപ്പെടുത്താൻ പൂർണ്ണമായി സജ്ജനായി. അടുത്ത ദിവസം രാവണൻ അതിയായ ക്രോധത്തോടെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് എത്തി. രാവണന് 10 തലകളും 20 കൈകളും ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു കൈക്ക് പ്രഹരമേൽക്കുമ്പോൾ മറ്റൊന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് പോലെ തോന്നി. അപ്പോൾ ശ്രീരാമൻ വളരെ ശ്രദ്ധയോടെ രാവണൻ്റെ ഹൃദയഭാഗം ലക്ഷ്യമാക്കി ശക്തമായ ഒരു അമ്പ് പ്രയോഗിച്ചു. ആ അമ്പേറ്റ രാവണൻ നിലംപതിച്ചു. ദേവന്മാരും മഹർഷിമാരും ആനന്ദിച്ചു. ലോകത്തിൽ വീണ്ടും സമാധാനം തിരിച്ചെത്തി. യുദ്ധത്തിനു ശേഷം ലങ്കയിൽ സമാധാനം തിരിച്ചെത്തി. വിഭീഷണൻ ലങ്കയുടെ രാജാവായി. രാമൻ സ്നേഹത്തോടെ പറഞ്ഞു, നിന്റെ ജനങ്ങളെ കരുണയോടും ധർമ്മത്തോടും കൂടി ഭരിക്കുക. പിന്നീട് രാമനെയും സീതയെയും ലക്ഷ്മണനെയും അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പുഷ്പക വിമാനം കൊണ്ടുവന്നു. രാമൻ രാജാവായി കിരീടധാരണം ചെയ്യുന്നത് കാണാൻ ആഗ്രഹിച്ച് സുഗ്രീവനും ഹനുമാനും വാനര സുഹൃത്തുക്കളും അവരോടൊപ്പം ചേർന്നു. വിമാനം ആകാശത്തിലൂടെ പറക്കുമ്പോൾ താഴെയുള്ള സ്ഥലങ്ങൾ രാമൻ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു. കടലിന് കുറുകെ പണിത മഹത്തായ പാലം, അവർ സുഹൃത്തുക്കളെ കണ്ടെത്തിയ കിഷ്കിന്ധ, വനവാസകാലത്ത് അവർ താമസിച്ചിരുന്ന കാട് എന്നിവ. അവർ തങ്ങളുടെ ദീർഘമായ യാത്രയെ നിശബ്ദമായും നന്ദിയോടെയും ഓർത്തെടുത്തു. സീതയെ രാജ്ഞിയായി തൻ്റെ അരികിൽ ഇരുത്തി രാമൻ രാജാവായി കിരീടധാരണം ചെയ്തു. രാമൻ്റെ ഭരണകാലത്ത് രാജ്യം സമാധാനപരവും നീതിപൂർണവുമായിരുന്നു. ജനങ്ങൾ പരസ്പരം ദയയോടെ പെരുമാറി. ആരും ഭയപ്പെട്ടിരുന്നില്ല. എല്ലാവരും ധർമ്മത്തെ പിന്തുടർന്നു. സ്വന്തം വാക്ക് പാലിക്കുന്നതിലും പ്രിയപ്പെട്ടവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്നതിലും സുഹൃത്തുക്കളെ സഹായിക്കുന്നതിലും ശരിയായത് തിരഞ്ഞെടുക്കുന്നതിലുമാണ് യഥാർത്ഥ മഹത്വം ഉള്ളതെന്ന് രാമൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശ്രീരാം ജയ രാം ജയ ജയ രാം.
വിശ്രമസമയം സേവനത്തിൻ്റെ ക്ഷീണം മാറിടും. ലക്ഷ്മണസ്വാമിക്ക് വിശ്രമസമയം സേവനത്തിൻ്റെ ക്ഷീണം മാറിടും. ഹനുമാനും സുഗ്രീവനും സന്തോഷത്തോടെ ഒന്നിച്ചു ചേരും. ഞങ്ങളുടെ രാമയ്യ ഇനി നമ്മുടെ രാജാവ്. ഞങ്ങളുടെ സീതമ്മ പിന്നാലെ വരും. ദേവന്മാരെ അനുഗ്രഹിക്കണമേ, പുരജനങ്ങളെ ആനന്ദിക്കുവിൻ. ഈ ശുഭമുഹൂർത്തത്തിൽ പുഷ്പവർഷം ചൊരിയുവിൻ. ഞങ്ങളുടെ രാമയ്യ ഇനി നമ്മുടെ രാജാവ്. ഞങ്ങളുടെ സീതമ്മ പിന്നാലെ വരും. ഞങ്ങളുടെ രാമയ്യ ഇനി നമ്മുടെ രാജാവ്.